നിലപ്പുള്ളി പഞ്ചായത്തിൽ സർക്കാർ കൊണ്ടുവരുന്ന ബ്രൂവറി പ്ലാന്റിനെതിരായി ഉയർന്നുവരുന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഷയം പരിശോധിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, പഞ്ചായത്തിന്റെ അനുമതി വാങ്ങാത്തതിന് കടുത്ത കുടിവെള്ളക്ഷാമത്തിലേക്ക് നാടിനെ നയിക്കുമെന്ന ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഈ പാരിസ്ഥിതിക ആഘാത ഉണ്ടാക്കുന്ന ഒരു പദ്ധതി എന്ന പരിസ്ഥിതിവാദികളുടെ ആശങ്കകൾക്ക് ഇത് പിന്നിൽ അഴിമതി ഉണ്ട്, സ്വജനപക്ഷപാതമുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഇതിനൊക്കെയുള്ള വ്യക്തതയുള്ള ഒരു മറുപടിയായോ അഡ്വക്കേറ്റ് കെ അനിൽകുമാറിൻ്റേത്? അനിൽകുമാറിന് വ്യക്തത ഉണ്ടാവും, പക്ഷേ എനിക്ക് വ്യക്തതയായില്ല. എനിക്കെന്നല്ല, കേരളത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വ്യക്തത ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞതിനുള്ള കുറച്ച് മറുപടി ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം UDFിൻ്റെ കാലത്ത് കടുംവെട്ടെന്ന് പറഞ്ഞു. 8-8.5 വർഷമായി ഇപ്പോൾ ഈ സർക്കാരിരിക്കണം. UDFിൻ്റെ എത്ര അഴിമതി കണ്ടെത്തി, എത്ര പേരെ ശിക്ഷിച്ചു എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. UDFിൻ്റെ കാലത്ത് അഴിമതി ഉണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്, കടുംവെട്ട് വെട്ടിയെന്ന്. എത്രാം കാലടക്ക് ഏത് കാര്യത്തിലാണ് ഉണ്ടായെന്നുള്ളത്, UDFിൻ്റെ അഴിമതി ഇവർ കണ്ടെത്തി ശിക്ഷിച്ചോ? ഏതെങ്കിലും മന്ത്രി, UDFിൻ്റെ മന്ത്രി ജയിലിൽ കിടന്നു? സോളാറാണ് ആകെ ഏറ്റവും കുഴപ്പമാക്കിയത്. അപ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഈ ഗവൺമെൻറ് അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞ 1-2 പ്രധാന കാര്യങ്ങൾ. ഭൂഗർഭജലം ഉപയോഗിച്ച് ഡിസ്റ്റിലറി പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒന്ന് കഞ്ചിക്കോട് വരെ വന്നാൽ മതി. മോഹൻ മേക്കിങ്സിൻ്റെയും കിങ്ഫിഷറിൻ്റെയും ഒക്കെ ഡിസ്റ്റിലറികൾ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൊക്കോക്കോളയും പെപ്സി കോളയും അവിടെ പ്രവർത്തിച്ചത് ഭൂഗർഭജലം ഉപയോഗിച്ച് തന്നെയാണ്. അത് അറിയുക. ഭൂഗർഭജലം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കോള ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇതും ഉണ്ടാക്കാം, ഒരു സംശയമില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അറിവായിരിക്കും, എനിക്കറിയില്ല. ഇനി മഴവെള്ള സംഭരണിയെക്കുറിച്ച്. മഴവെള്ള സംഭരണി എന്നത് ഒരു വലിയ തമാശയാണ് ആ പ്രദേശത്ത്. കാരണം ഏറ്റവും മഴ കുറഞ്ഞൊരു പ്രദേശമാണിത്. മഴ നിഴൽ പ്രദേശമാണ് കേരളത്തിലെ. ഏറ്റവും മഴ കുറവാണ്. ഞാനിത് പറയാൻ കാരണം കൊക്കോക്കോളയുടെ കാര്യത്തിൽ CWRDയും ഒരു പഠനം നടത്തി. കൊക്കോക്കോളയ്ക്ക് വെള്ളം കൊടുക്കാമോ വേണ്ടയോ? അന്ന് കൊക്കോക്കോളയ്ക്ക് അനുമതി കൊടുത്ത ഇടതുപക്ഷം, കൊക്കോക്കോള കഴിഞ്ഞ് ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് മാറി UDF വന്നപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ സമരത്തിൽ വന്നു. ഏതായാലും കൊക്കോക്കോളയ്ക്ക് വെള്ളം തികയാതെ വന്നപ്പോൾ വെള്ളം വണ്ടിയിൽ കൊണ്ടുകൊടുത്ത ഒരാളിപ്പോൾ കേരളത്തിൽ മന്ത്രിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാണ്. അതവിടെ നിൽക്കട്ടെ. കൊക്കോക്കോളയ്ക്ക് എതിരെ സമരത്തിൽ ഇവരൊക്കെ വന്നു. അത് ആറന്മുള എയർപോർട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അറിയാലോ. ആറന്മുള എയർപോർട്ടിന് അനുമതി കൊടുക്കുന്നത് LDF സർക്കാർ. ആറന്മുള UDF വന്നു കഴിഞ്ഞപ്പോൾ അതിന് പ്രാഥമിക അനുമതി കൊടുത്തു. UDF വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരായി വലിയ സമരം ഉണ്ടായി. ഞാൻ ഈ 2 സമരത്തിലുണ്ടായിരുന്നു. കൊക്കോക്കോളയിലും ആറന്മുളയിലും ഞാനുണ്ടായ ആളാണ്. ഇടതുപക്ഷം വന്ന സമരത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞിപ്പോൾ ഈ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഭരണം മാറിയാൽ ഇവർ സമരത്തിന് വന്നോളും. അനിൽകുമാർ നമ്മുടെ കൂടെ ഈ ഡിസ്റ്റിലറിയുടെ ജലശോഷണത്തിനെതിരായി ശക്തമായ സമരത്തിൽ വരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. പതിയ കാലമില്ലല്ലോ, നമുക്ക് കാണാം. ഇനി അടുത്ത വിഷയത്തിലേക്ക് വരാം. അവിടെ മഴവെള്ളം ശേഖരിച്ചാൽ എത്ര മഴ കിട്ടും, എത്ര മഴവെള്ളം കിട്ടും എന്ന് ആരെങ്കിലും പഠനം നടത്തി പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്, വാട്ടർ അതോറിറ്റി വെള്ളം ഇവർക്ക് കൊടുക്കുകയല്ല. വാട്ടർ അതോറിറ്റിയുടെ ഫസ്റ്റ് പ്രിഫറൻസ് കുടിവെള്ളമാണ്, ഇൻഡസ്ട്രി വാട്ടർ അല്ല. ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു സമരം നടക്കുന്നുണ്ട്. പെരിയാർ എന്നൊരു വലിയ പൈപ്പിട്ട്, ലോകത്തില്ലാത്ത നീളത്തിൽ പൈപ്പിട്ട് കിൻഫ്രയ്ക്ക് കൊടുക്കാൻ. എന്തേ കടമ്പ്രയാറിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്താലും നമ്മൾ ചോദിച്ചു. വെള്ളം ശുദ്ധീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ കടമ്പ്രയാറാണല്ലോ ഏറ്റവും അടുത്തുള്ളത്. കിൻഫ്രയുടെ തീരത്തു കൂടിയാണ് പോണേ. ശുദ്ധീകരിച്ച് വെള്ളം കൊടുത്തോളൂ. കടമ്പ്രയാറിൽ വെള്ളമുണ്ട്, കടമ്പ്രയാറിൽ വെള്ളം കൊടുക്കാം. അപ്പോൾ കടമ്പ്രയാറിൽ നിന്ന് എടുത്ത് കൊടുത്താൽ പോലും എന്തിനാണ് 25 കിലോമീറ്റർ പൈപ്പ് ഇടണേ? പെരിയാറിൽ ഇല്ലാത്ത വെള്ളം എടുക്കണേ. ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് എറണാകുളത്ത് വെള്ളം കിട്ടണേ. ആഴ്ചയിൽ 3 ദിവസം. പെരിയാർ എന്ന് പറയുന്ന ഏറ്റവും വലിയ നദിയുടെ തീരത്തുള്ള ഈ എറണാകുളത്ത് മൂവാറ്റുപുഴയിലിറന്നും കുറച്ച് വെള്ളം വരുന്നുണ്ട്. പിറവം പദ്ധതിയുടെ ഭാഗം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇവിടെ എത്ര മഴ പെയ്യും, എത്ര മഴവെള്ളം ശേഖരിക്കാം എന്നതിൻ്റെ കണക്ക് വാട്ടർ അതോറിറ്റി പുറത്തു വിടട്ടെ. അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാം. എത്ര മഴ കിട്ടുമെന്ന് അറിയണമല്ലോ. കാരണം CWRDM നടത്തിയ പഠനം നമ്മുടെ കയ്യിലുണ്ട്. എത്ര മഴ പെയ്താലും അവിടുത്തെ മഴവെള്ള സംഭരണം കൊണ്ട് കൊക്കോക്കോളയ്ക്ക് ഒരു ദിവസം 15 ലക്ഷം ലിറ്റർ വെള്ളമാണ് കൊക്കോക്കോള എടുത്തിരുന്നത്. അതിൻ്റെ ഒരു 3 ഇരട്ടി വെള്ളമെങ്കിലും ഇതിന് മൊത്തം വേണ്ടി വരും ഈ പറഞ്ഞ ഫൈനൽ പ്രൊഡക്ഷൻ വന്നാൽ. ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്. ക്ലൈമറ്റ് ചേഞ്ചിൽ മഴ കുറയുന്ന വർഷങ്ങളുണ്ടാവാം, മഴ കുറയാനുള്ള സാധ്യതയുണ്ട്. എൽ നീനോ, ലാനീല എന്നൊക്കെ പറയുന്ന സംഗതികൾ വരികയാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ലോകത്ത് പല സ്ഥലത്തും മഴയില്ലാതെ വരുന്നു, കാട്ടുതീ വരുന്നു. അപ്പോൾ അതുകൊണ്ട് മഴ ഇനിയും കുറയാനാണ് സാധ്യത. വാട്ടർ അതോറിറ്റി ഒരു കള്ളക്കളി കളിക്കും ഇതിൽ. എന്താ കളിയെന്നറിയോ? മലമ്പുഴയിൽ നിന്ന് വെള്ളം എടുക്കുമെന്ന് പറഞ്ഞേക്കണേ. മലമ്പുഴയിലെ വെള്ളമാണ് പാലക്കാട് നഗരത്തിലേക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കുന്നത്. പാലക്കാട് കുടിവെള്ളത്തിന് കൊടുക്കുന്നത് മലമ്പുഴയിൽ നിന്ന്. പാലക്കാട് മാത്രമല്ല, ആ പ്രദേശത്തുള്ള ഒരുപാട് കൃഷി ഇടങ്ങളിലേക്ക്, നെൽകൃഷി ഇടങ്ങളിലേക്ക് വെള്ളം കൊടുക്കുന്നത് മലമ്പുഴ വെള്ളമാണ്. ആ വെള്ളം എടുത്താണ് ഇവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. മലമ്പുഴയിൽ ഇപ്പോൾ ഇവർ വിചാരിച്ചാൽ പെട്ടെന്ന് വെള്ളം ഉണ്ടാക്കാൻ വാട്ടർ അതോറിറ്റിക്ക് പറ്റില്ലല്ലോ. ഏത് വെള്ളം ശുദ്ധീകരിക്കുക? അവിടെ ഏത് വാട്ടർ സോഴ്സാണ് ഉള്ളത്? ആദ്യം സോഴ്സ് പറയണം. ആ സോഴ്സിൽ നിന്ന് എത്ര വെള്ളം എടുക്കുമെന്ന് പറയണം. ആ സോഴ്സ് മഴ പെയ്യുമ്പോൾ എത്ര ഉണ്ടെന്ന് പറയണം. ഇത്തരം പഠനങ്ങൾ പറയാതെ ഞങ്ങൾ മഴവെള്ളം ശേഖരിക്കും, ഞങ്ങൾ അവിടെ വെള്ളം കൊടുക്കും, വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും
ഏറ്റവും ഈ പ്ലാച്ചിമട സമരകാലത്ത് ഇടതുപക്ഷക്കാർ വന്ന് സംസാരിച്ച ഒരു വാക്ക് ഞാൻ പറയാം. കുടിവെള്ളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ കാരണമായി വരുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ വിഭവമായി മാറുന്നത് എന്ന് പ്രസംഗിച്ചെന്ന് എല്ലാവരും ഉണ്ട്. ബ്ലൂ ഗോൾഡ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ എലപ്പള്ളി പഞ്ചായത്തിലെ കാര്യം ഇത് ചിറ്റൂർ ബ്ലോക്കിലാണ്. ചിറ്റൂർ ബ്ലോക്കിൽ ഓവർ എക്സ്പ്ലോയിറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓവർ എക്സ്പ്ലോയിറ്റഡ് ആണ് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ സോഴ്സ്. ഗ്രൗണ്ട് വാട്ടർ സോഴ്സ് മാത്രമല്ല, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു പഠനം തന്നെ അതാണല്ലോ സൂചിപ്പിക്കുന്നത്. അതായത് ഡൈനാമിക് റിസോഴ്സസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ കേരള എന്ന പഠന റിപ്പോർട്ടിൽ 5 ബ്ലോക്കുകളായി തിരിച്ചതിൽ താങ്കൾ പറഞ്ഞ റെഡ് സോണിൽ നിൽക്കുന്ന മേഖലയാണ് ഈ മേഖല. കേരളത്തിലെ രണ്ടാമത്തെ ബ്ലോക്കാണത് ചിറ്റൂർ ബ്ലോക്ക്. രണ്ടാമത്തെ, ഫസ്റ്റ് കാസർഗോഡ്, 2 ഇത്, അടുത്തത് രണ്ടാമത്തെ ബ്ലോക്കാണ്, അടുത്ത് പുതുശ്ശേരിയാണ്. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞു വന്നത് കൊടുങ്ങല്ലൂർ അല്ലെ, പല സ്ഥലമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചിറ്റൂർ ബ്ലോക്ക് വന്നുകൊണ്ട് കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായും ഇതിന് മറുപടി പറയാതെ ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി എന്തുകൊണ്ടാണ് ആദ്യം ഗോപീഷൻ ചോദിച്ചു, ചിറ്റൂർ ഷുഗർ മിൽ എന്ന് പറഞ്ഞൊരു മില്ലുണ്ടായിരുന്നു, അതിപ്പം മലബാർ ഡിസ്റ്റിലറിയാണ്, അത് ഇതിൻ്റെ തൊട്ടടുത്താണ്. എന്തുകൊണ്ടാണ്? അവർക്ക് അത് സർക്കാരിൻ്റെ കീഴിലാണ്. സർക്കാർ ഈ അഴിമതിയെക്കുറിച്ചൊന്നും പറയണ്ട. അവർക്ക് വെള്ളം കൊടുക്കാൻ ഇവർക്ക് പറ്റുമോ? ഇനി വാട്ടർ അതോറിറ്റി ചെയ്യാൻ പോണ ചതി ഞാൻ പറഞ്ഞുതരാം. അതിലാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. വാട്ടർ അതോറിറ്റി ചെയ്യാൻ പോണ ചതി, സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ, ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ വില കൂടുതലാണ്, പക്ഷേ അതിൻ്റെ പല ഇരട്ടിയാണ് ഇൻഡസ്ട്രി വാട്ടർ കൊടുത്താൽ. അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യന് വെള്ളം കൊടുത്തിട്ടൊരു കാര്യമില്ല. അവർക്ക് ലാഭകരമാണെങ്കിൽ എന്ത് വേണം? ഇൻഡസ്ട്രിക്ക് വെള്ളം കൊടുക്കണം. അപ്പോൾ സാധാരണ മനുഷ്യന് വെള്ളം കൊടുക്കാതെ എലപ്പള്ളി പഞ്ചായത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പട്ടാഞ്ചേരി പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പഞ്ചായത്തിലോ വേലന്താവളത്തോ എവിടെയെങ്കിലും വെള്ളം കൊടുക്കാതെ ഇൻഡസ്ട്രിക്ക് കൊടുത്താൽ അവർക്ക് ലാഭം കിട്ടും. വാട്ടർ അതോറിറ്റി പ്രോഫിറ്റബിൾ ആക്കാം. അങ്ങനെയാണോ പ്രോഫിറ്റബിൾ ആക്കണ്ടേ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻഡസ്ട്രീസിന് നമ്മൾ കൊടുത്തു. ഇത് മോദി അദാനിക്ക് വേണ്ടി പറഞ്ഞ അതേ വാചകങ്ങളാണ് അനിൽകുമാർ ഇപ്പോൾ ഇവർക്ക് വേണ്ടി പറയുന്നത്. അദാനിക്ക് വേണ്ടി മോഡി പറയുന്ന അതേ കാര്യം, അതേ നയം, ഒരു വ്യത്യാസമില്ല. മോദി പറഞ്ഞെന്താ, അദാനി വളരുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ? ഇവിടെ ആർക്കും ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? ആർക്കും വലുതായിക്കൂടെ? നമ്മൾ മോദാനി എന്ന് വിളിക്കുന്നു. കേരളത്തിൽ പിണറായി വിജയൻ വിളിക്കില്ല, കേരളത്തിന് പുറത്ത് CPM കാരെ വിളിക്കും. ഇനി 5ാമത്തെ കാര്യം, ഇതേ കമ്പനി നമ്മളിവിടെ പല സ്ഥലത്തും ചർച്ച ചെയ്താണ്. ഫിറോസ്പൂർ ജില്ലയിൽ ഒരു കുടിവെള്ള ഇതുപോലെ ഒരു പദ്ധതി ഉണ്ടാക്കി. പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ മൺസൂർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനവിടെ പോയത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ 4 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം മാത്രമല്ല മണ്ണും മലിനമായി. പ്ലാച്ചിമടയും മണ്ണ് മലിനമായി, നമ്മൾ ഓർക്കണം. മണ്ണ് മലിനമായി. അവിടെ സമരം വന്നു. ആ സമരത്തിൽ ഭാഗ്യത്തിന് CPM കാർ അവിടെ ഉണ്ടായിരുന്നു. ആ സമരത്തിൽ ഞാനുണ്ടായിരുന്നു. അവിടെ CPM കാരും വന്നു ഇത് പൂട്ടിക്കാൻ, ഈ ഒയാസിസിൻ്റെ കമ്പനി പൂട്ടിക്കാൻ. ഒരുപാട് പാർട്ടിക്കാരുണ്ടായിരുന്നു. അവസാനം അവിടുത്തെ ആം ആദ്മി മുഖ്യമന്ത്രി അവിടെ സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, ഞങ്ങളിത് പൂട്ടിക്കും. ഇങ്ങനത്തെ ഇവിടുത്തെ വെള്ളം മലിനമാക്കുന്ന ഒരു കമ്പനി പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ കമ്പനി, ഒയാസിസിൻ്റെ കമ്പനി, ഈ മൻസൂർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് പൂട്ടിയ കാര്യം ഇവർക്കറിയോ എന്ന് എനിക്കറിയില്ല. പഞ്ചാബിൽ. ഇനി കൊക്കോകോള കമ്പനിയുടെ സമരം നടക്കുന്ന കാലത്ത് ആദ്യഘട്ടത്തിൽ DYFI പറഞ്ഞിരുന്നു വെള്ളം അളന്നു കൊടുക്കണമെന്നാണ്. കാരണം ഇടതുപക്ഷം കൊണ്ടുവന്ന പ്ലാന്റാണ്, പരമാവധി രക്ഷിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം DYFI വന്നു, സമരത്തിൽ വന്നു. അവിടെ മേധാ പട്കറും നമ്മൾ ഒരുപാട് കാലമായിട്ട് സമരം 2002 മുതൽ സമരം തുടങ്ങിയതാണ്. 2003 ആയപ്പോഴേക്കും ആ സ്റ്റാൻഡൊക്കെ വിട്ടു, ജനങ്ങൾ ശക്തമായി സമരത്തിലായി. 2004 ആ കമ്പനി അയക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പൂട്ടി. അതവിടെ നിൽക്കട്ടെ. അന്നത്തെ നടത്തിയ പഠനങ്ങളുണ്ട്. അന്ന് ആ നഷ്ടം വന്ന ആളുകൾക്ക് ഒരു നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാക്കി, ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കി കേരള ഗവൺമെൻറ്. ആ ട്രിബ്യൂണൽ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയുടെ, അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആ ട്രിബ്യൂണൽ ഇപ്പോൾ അതിന് 216 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. 8.5 വർഷമായി സർക്കാർ വന്നിട്ട് അതിനൊരു ബില്ലുണ്ടാക്കി. ആ ബില്ല് കേന്ദ്രം തടഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റ് ബില്ലുണ്ടാക്കാം. അങ്ങനെ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. സംസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഇഞ്ച് കഴിഞ്ഞ് 8.5 വർഷമായി അനങ്ങിയിട്ടില്ല. പ്ലാച്ചിമണയിലെ ആളുകൾ എത്ര പ്രാവശ്യം ഇതിനു വേണ്ടി മുഖ്യമന്ത്രിയെ കണ്ടു എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിയെ കണ്ടു, AG കണ്ടു, മറ്റേ അവിടുത്തെ മണ്ഡലത്തിലെ മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി കണ്ടു, രാജേഷിനെ കണ്ടു, അവരെല്ലാവരെയും പോയി കണ്ടു. ഒരു നിയമം ഉണ്ടാക്കുക. രാജീവിനെ കണ്ടു നിയമമന്ത്രി എന്നുള്ള നിലയ്ക്ക്. ഇത് ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. ഈ നഷ്ടപരിഹാരം 216 കോടി രൂപ 2011 പറഞ്ഞ നഷ്ടപരിഹാരം ഇപ്പോൾ എത്ര കോടിയാണെന്ന് ആലോചിച്ചാൽ മതി. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പോലും ആലോചിക്കാത്തൊരു സർക്കാർ, അതിനേക്കാൾ അപകടകരമായ ഒരു കമ്പനി, അതിനേക്കാൾ മോശമായ ഒരു കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലത്ത്, ഒരു മഴയുടെ കാലത്ത് ഇങ്ങനൊരു കമ്പനി കൊണ്ടുവരുമ്പോൾ, ഇനി ഇതിൻ്റെ അഴിമതിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 2022 ഇവർ അപേക്ഷ കൊടുക്കുന്നത്. 2023 നയം മാറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അന്ന് 2023 മാറ്റിയ നയം എന്ന് വെച്ചാൽ 2022 കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. മാത്രമല്ല, നയം മാറ്റുമ്പോൾ
അവിടെയാണ് ജോസഫ് സി മാത്യു പറഞ്ഞ കാര്യം. നയം മാറ്റുമ്പോൾ എന്തടിസ്ഥാനത്തിൽ നയം മാറ്റി? 2016 മറ്റേ മദ്യവർജനത്തിൻ്റെ നയം എന്തുകൊണ്ട് മാറ്റി? KPSC ലളിതയും ഇന്നസെൻറ്റും പറഞ്ഞ് എന്തുകൊണ്ട് മാറ്റി എന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവർ വന്നപ്പോൾ മാറ്റി. അതാണ് ഞാൻ മോഡിയുടെ കാര്യം പറഞ്ഞത്.